ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനോട് വിക്രം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണതേ, ഒരു കാര്യം ഞാൻ പറയാം. എനിക്കിവിടെ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യവുമായിട്ടാണ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. കല്യാണി, കാർത്തിക, അവർ രണ്ടുപേരും മരിക്കണം. അവർ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കി സമാധാനത്തോടു കൂടെ ഞാൻ ജയിലിലേക്ക് തന്നെ പോകും. അത് കേട്ടതും പ്രകാശൻ ആലോചിക്കുകയാണ്, എൻ്റെ ഈശ്വര, ഇവൻ ഇറങ്ങുമ്പോൾ ഇവനെ നല്ലവനായിട്ട് കാണണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവൻ പക്ക ക്രിമിനലായിട്ടാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്. ഇല്ല, അങ്ങനെ ഇവനെ വെറുതെ വിടാൻ പറ്റില്ല. ഇവൻ കാരണം എൻ്റെ മക്കൾക്കൊന്നും സംഭവിക്കരുത്. എൻ്റെ പെൺമക്കളാ എൻ്റെ എല്ലാം. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ നിൽക്കുക. എന്താ അത് പറഞ്ഞപ്പോൾ ഒരു ആലോചന പറ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നും വിക്രം ചോദിക്കുകയാണ്. ഏയ് ഇല്ലട മക്കളെ, എൻ്റെ മോൻ്റെ ആഗ്രഹമൊക്കെ നടക്കുമെന്ന് ആലോചിക്കുമായിരുന്നു. നിങ്ങളത് ആലോചിക്കേണ്ട, നടത്തി തന്നാൽ മതി. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കുടുംബത്തിൽ എനിക്ക് സന്തോഷിക്കാൻ ഇവിടെ വേണ്ടത് എന്താണെന്നറിയാമോ? നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുക എന്നുള്ളതാ. അതായത് എൻ്റെ ശത്രുക്കളായ കല്യാണിയും കാർത്തികയും മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സന്തോഷം തിരിച്ചു വരും. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ പരോള് കഴിയുന്നതിന് മുമ്പ് തന്നെ അവരെ രണ്ടുപേരെയും കൊന്നിട്ട് സമാധാനത്തോടെ പോകണം എനിക്ക് ജയിലിലേക്ക്. അത് കേട്ടതും നമ്മുടെ പ്രകാശൻ, എടാ മോനെ, കിരണും കല്യാണിയും പുറത്താണ് ഉള്ളത്. നീ ജയിൽ പുള്ളിയാ. നീ പരോളിന് ഇറങ്ങിയെങ്കിലും നിൻ്റെ മേലെ പോലീസുകാർക്കൊരു കണ്ണുണ്ടാവും. അതുകൊണ്ട് നീയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ മോനെ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി നാളെ അത് വേറെ എന്തെങ്കിലും ആയി മാറിയാലോ. എന്താവാൻ? ഒന്നും ആവാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കില്ല. എല്ലാം കൊണ്ടും ഞാൻ സന്തോഷത്തില്ല. ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ പല തീരുമാനങ്ങളും ഉണ്ടായിരുന്നു. ആ തീരുമാനങ്ങളെല്ലാം ഞാൻ സന്തോഷത്തോടെ മനസ്സിൽ കുറിച്ചിട്ടതാ. ആ കല്യാണിയും കാർത്തികയും തീരാൻ വേണ്ടി ഞാൻ പല പല കാര്യങ്ങളും ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. എല്ലാം ചെയ്തു തീർത്തിട്ടെ ഞാൻ വീണ്ടും ജയിലിലേക്ക് പോകും. മനസ്സിലായോ എന്നും പ്രകാശനോട് പറയുക. അത് കേട്ടതും പ്രകാശൻ വീണ്ടും വിക്രത്തെ തുറിച്ചു നോക്കുക. എൻ്റെ മക്കളെ കൊല്ലാൻ നോക്കുന്നോ? നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നും ആലോചിച്ചോണ്ട് എന്താ വീണ്ടും ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. അല്ല, ഞാൻ അറിഞ്ഞല്ലോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ 3 പെൺമക്കളുടെ കൂടെയാണെന്ന്. അത് സത്യമാണോ? എടാ മക്കളെ, അതൊക്കെ ഞാൻ അടവിന് വേണ്ടി നിൽക്കുന്നതാ. അങ്ങനെ ഞാൻ നിന്നാലല്ലേ അവർക്ക് എന്നെ വിശ്വാസമാവും. പക്ഷേ ഞാൻ എത്രയൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും പെൺമക്കളെയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞിട്ടും അവരെന്നെ വിശ്വസിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. സാരമില്ല, എല്ലാം കൊണ്ടും ഞാനിപ്പോൾ ആകെ സങ്കടത്തിലാണ്. സ്വന്തം മക്കൾ പോലും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ. ഞാൻ അവരോടൊപ്പം നിൽക്കുന്നത് നീ എൻ്റെ കൂടെ നിന്ന് അവരെ കൊല്ലുമ്പോൾ അവർ നിനക്കൊപ്പം നിൽക്കാൻ വേണ്ടിയാ. അത് കേട്ടതും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, എനിക്ക് നിങ്ങളെ വലിയ വിശ്വാസമൊന്നുമില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ പറയുന്നിടത്ത് കല്യാണിയെയും കാർത്തികയെയും നിങ്ങൾ കൊണ്ടുവന്നെത്തിക്കുക. അങ്ങനെ നിങ്ങൾ എത്തിച്ചു തന്നാൽ അങ്ങനെ അവരെ എനിക്ക് കൊല്ലാൻ പറ്റിയ ഉറപ്പായിട്ടും ഞാൻ കരുതാം. നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കാം എന്നും. അത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് നമ്മുടെ പ്രകാശം നോക്കുക. ദുഷ്ടൻ കാലൻ സ്വന്തം കൂടപ്പറപ്പുകളെ കൊല്ലാൻ എന്തൊരു തയ്യാറെടുപ്പോടുകൂടെ നിൽക്കുന്നത്. ഇവനെയൊന്നും വെറുതെ വിടരുത്. ഇവനെയൊക്കെ പച്ചയ്ക്ക് കത്തിക്കണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാവൂ. അപ്പോൾ നമ്മുടെ വിക്രം, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നോടൊപ്പം നിന്ന് നിങ്ങൾ എന്നെ ചതിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് രാഹുലങ്ങളെ ചതിച്ചതുപോലെ എന്നെ ചതിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ജീവനോട് ഉണ്ടാവില്ല. എനിക്കിപ്പോൾ വലിയ മനസാക്ഷിയൊന്നുമില്ല. അതുകൊണ്ട് അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല, കൊന്നുകളയും ഞാൻ നിങ്ങളായാലും. മനസ്സിലായല്ലോ? മനസ്സിലായി മോനെ, എന്നവാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയെയും CS-നെയുമാണ്. എന്തായാലും വിക്രം പുറത്തിറങ്ങി. വിക്രത്തെ കൂട്ടിക്കൊണ്ടു വന്നത് പ്രകാശന. എൻ്റെ ദീപേ, മോളെ ഇങ്ങനെ അവൻ വിശ്വസിക്കുന്നതാ. അവനെ ഇങ്ങനെ മോള് വിശ്വസിക്കുന്നതാ എൻ്റെ പേടി. കാരണം എന്തൊക്കെ സംഭവിച്ചാലും കല്യാണി മോളിപ്പോൾ പ്രകാശനെ മാറ്റി നിർത്തുന്നില്ല, അവനെ ചേർത്ത് പിടിക്കുക. അങ്ങനെയുള്ളപ്പോൾ ഇതവൻ്റെ അഭിനയമാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അവനെ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ മോളെ ഇങ്ങനെ കൂടെ നിർത്തിയിരിക്കുന്നത്. വിക്രം പുറത്തിറങ്ങുമ്പോൾ വിക്രത്തിനോടൊപ്പം ചേർന്ന് കല്യാണി മോളെ ഉപദ്രവിക്കാനായിരിക്കും. കല്യാണി മോളും കാർത്തിക മോളുമാണ് അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം, സൂക്ഷിച്ചേ മതിയാകൂ എന്നൊക്കെ പറയാതെ കേട്ടതും നമ്മുടെ അതിങ്ങോട്ട് ഒരു യാമിനി ചേച്ചി, സാറ് പറഞ്ഞത് 100% സത്യമാണ് സാറേ. എന്തൊക്കെ സംഭവിച്ചാലും
ദേ കല്യാണി മോളെ കൊല്ലാൻ തന്നെ ആയിരിക്കും ആ പ്രകാശൻ വിക്രത്തിൻ്റെ കൂടെ ചേർന്നത്. പിന്നെ ഇവരെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. കല്യാണി മോള് പണ്ട് മുതലേ അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നവളാ. അങ്ങനെയുള്ളപ്പോൾ ആ മോൾക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടിയപ്പോൾ കണ്ണു അടച്ച് അയാളെ വിശ്വസിച്ചു. ആ വിശ്വാസം അയാൾ കൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാകും എന്നൊക്കെ പറയണം. അത് കേട്ടതും ആകെ ടെൻഷനായിട്ട് നമ്മുടെ CS ഇങ്ങനെ ഇരിക്കുക. എന്തായാലും കല്യാണി മോള് അയാളെ കണ്ണു അടച്ച വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവൻ ചെന്ന വിക്രത്തെ കൂട്ടിക്കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? രൂപേ, ഒരു കാര്യം ഞാൻ തന്നോട് പറയാം. താൻ മോളെ ഒന്ന് ഉപദേശിക്കണം. നമ്മളൊന്നും പറഞ്ഞാൽ മോള് കേൾക്കില്ല. അതുകൊണ്ട് ദീപയോട് കാര്യങ്ങൾ പറയണം. ഞാൻ ദീപേച്ചിയെ വിളിച്ചപ്പോൾ ദീപേച്ചി പറഞ്ഞതും അതാണ്. വല്ലാത്ത കഷ്ടമാണ് കല്യാണിയുടെ കാര്യം. പ്രകാശനെ എവിടെ വിളിച്ചാലും ഓടിച്ചെല്ലും. പ്രകാശനെ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഓടിച്ചെല്ലും. അതാണിപ്പോൾ കല്യാണി മോളുടെ അവസ്ഥ. അത് പിന്നെ യാമിനി പ്രത്യേകം പറയണോ? ഇത്രയും വർഷമായി സ്വന്തം അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ കാത്തിരുന്നത് ആളാ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ മോൾക്ക് പെട്ടെന്ന് അച്ഛൻ്റെ സ്നേഹം കിട്ടിയപ്പോൾ ഇത് സന്തോഷം കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, അവൾക്ക് തന്നെ അറിയില്ല അവൾ എന്താ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് അവനെ എങ്ങോട്ടേക്ക് വിളിച്ചാലും പോകാൻ തയ്യാറായി അവൾ നടക്കുന്നത് എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും നമ്മുടെ രൂപയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ്. സരയു മനോഹറൊക്കെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. പറ മോളുവിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് മോളൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മേടിക്കുകയായിരുന്നു. മനുവേട്ടനെല്ലാം മേടിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ മനുവേട്ട ഞാനായിട്ട് പറയുന്നേ? മനുവേട്ടന് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചോ, എനിക്കതിൽ ഒരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. പിന്നെ അമേരിക്കയ്ക്ക് പോകുമ്പോൾ ഇതിനു വേണ്ട സാധനങ്ങൾ കൊണ്ടുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം. അത് കേട്ടതും നമ്മുടെ മനോഹർ അതൊന്നും സാരമില്ല, പറ്റുന്നത് കൊണ്ടുപോവാം. അല്ല മോളും, എല്ലാം മേടിച്ചു, കളിപ്പാട്ടങ്ങളൊന്നും മേടിച്ചില്ലല്ലോ. കളിപ്പാട്ടങ്ങൾ എൻ്റെ കൊച്ചിനെല്ലാം മേടിച്ചു കൊടുത്ത് അതിനെ കൊതിപ്പിച്ചേച്ച് പോകാനുള്ള പരിപാടിയാ. ദേ വേണ്ട മനുവേട്ട, കളിപ്പാട്ടമൊന്നും വേണ്ട. അമേരിക്കയ്ക്ക് പോകുമ്പോൾ എന്തിനാ ഇതിനും വേണ്ടും കളിപ്പാട്ടങ്ങൾ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു, പക്ഷെ മോൾക്ക് മാത്രം ഒന്നും മേടിച്ചില്ല. അതുകൊണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട്. അതുകൊണ്ട് എൻ്റെ മോളുവിന് ഞാൻ കളിപ്പാട്ടം മേടിക്കാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ കാറ് നേരെ അങ്ങോട്ട് വിടുക. കളിപ്പാട്ടം പോലും, അവനൊരു കളിപ്പാട്ടം മേടിച്ചു കൊടുത്തിട്ട് എൻ്റെ കുഞ്ഞിനെ വെറും ഒരു കളിപ്പാട്ടമാക്കുക. സമ്മതിക്കില്ലട ഞാൻ. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് നീ വേറൊരുത്തിയോടൊപ്പം പോവുക, പക്ഷെ അതിനു മുമ്പ് നിന്നെ ഞാൻ തീർത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ്. കല്യാണിയും നമ്മുടെ ദീപയും കിരണും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ദേ മക്കളെ, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ രണ്ടുപേരും ഇനി പ്രകാശം വിളിച്ചാൽ അങ്ങോട്ട് പോകരുത്. അയാളെ കണ്ണു അടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കേട്ടില്ലേ ഇപ്പം തന്നെ കാര്യങ്ങളൊക്കെ? അയാളാണ് അയാളുടെ മോനെ ജയിലിൽ നിന്നും കൂട്ടിക്കൊണ്ടു വന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സൂക്ഷിച്ചേ മതിയാവും. അയാളെ കണ്ണുടച്ച് വിശ്വസിക്കാൻ എനിക്ക് പേടിയാ മോളെ. കാരണം എന്താണെന്നറിയാമോ? അയാൾ നമ്മളോടൊപ്പം നിന്ന് മോളെ വിശ്വസിപ്പിച്ച് മോളെ കൂട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിക്കില്ല എന്ന് ആര് കണ്ടു? അതൊക്കെ വെറും തോന്നല. ദേ ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ അച്ഛനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം അച്ഛനിപ്പോൾ ആശുപത്രി കിടന്നപ്പോൾ വിക്രം ജയിലിൽ കിടക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് ഓരോ ദിവസവും പേടിച്ചാ ചാടി ഞെട്ടി എഴുന്നേറ്റുകൊണ്ടിരുന്നത്. അതൊക്കെ ഞാൻ കണ്ടതല്ലേ. അങ്ങനെയുള്ളപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ വെറുതെ പറയുന്നത് എന്നും കല്യാണി. അത് കേട്ടതും മോളെ, അതൊക്കെ വെറും അഭിനയമാണ്, നിന്നെ കാണിക്കാൻ വേണ്ടിയുള്ള അഭിനയം. അയാളുടെ കള്ളത്തരം എനിക്കറിയാലോ. സ്വന്തം മോനോടൊപ്പം ചേർന്ന് മോളുടെ ജീവിതം തകർക്കാനും മോളെ കൊല്ലാനും വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രകാശനെ കണ്ണുടച്ച് വിശ്വസിക്കേണ്ട മോളെ. ഇല്ലമ്മേ, എനിക്ക് അച്ഛനെ വിശ്വാസം. കാരണം സ്വന്തം മോന് വേണ്ടി ഒരിക്കലും അച്ഛൻ എന്നെ കൊല്ലാൻ ശ്രമിക്കില്ല എന്ന് എനിക്ക് 100% വിശ്വാസമായതുകൊണ്ട് തന്നെയാണ് അച്ഛനോടൊപ്പം ഞാൻ നിൽക്കുന്നത്. കല്യാണി, എന്നാലും അമ്മ പറയുന്നതും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. പ്രകാശൻ്റെ സ്വഭാവം മകനെ കണ്ടു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും മാറാം. അതുകൊണ്ട് ഒരു കാര്യം, ഇനി നീ എവിടെ പോയാലും ഞാനും ഉണ്ടാവും കൂടെ, കേട്ടല്ലോ? അപ്പോൾ നമ്മുടെ ദീപ, നിങ്ങൾ രണ്ടുപേരും എവിടെയും പോരുതെന്നേ ഞാൻ പറയൂ. അവനെ പോലെയുള്ള ഒരുത്തൻ്റെ അടുത്തേക്ക് പോയിട്ട് അവസാനം അത് വേറെ പ്രശ്നമായി മാറിയാൽ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അറിയാലോ, പ്രകാശനും വിക്രമൊക്കെ വിഷപ്പാമ്പുകൾ കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ മരണം ഉറപ്പാ. അതുകൊണ്ടാണ് പറയുന്നത്, ജയിലിൽ നിന്നും വന്ന വിക്രം ഇരട്ടി ശക്തിയോടുകൂടിയായിരിക്കും വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഗംഗാപ്രസാദും രാഹുലൊക്കെ അവനെ ഉപദേശിച്ചായിരിക്കും വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും മോളൊറ്റയ്ക്ക് പോകരുതെന്ന് ഞാൻ പറയൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തെയും പ്രകാശിനെയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. പ്രകാശൻ നല്ല കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിക്രത്തിനെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് ഇങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വിക്രം ആലോചിക്കുക, എന്താ എന്നെ നോക്കുന്നതെന്ന് വീണ്ടും ചോദിക്കണം. അപ്പോൾ നമ്മുടെ പ്രകാശൻ, ഇല്ല മക്കളെ, ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? വലിയ തരക്കേടൊന്നുമില്ല, അമ്മമ്മ ഉണ്ടാക്കുന്ന അത്രയില്ല,
എന്നാലും കൊള്ളാം, കുഴപ്പമില്ല എന്നും പറയാം. അത് കേട്ടത് പ്രകാശനൊന്ന് ചിരിച്ചു. ആ, ജയിലിൽ ഇത്രയും നല്ല ഭക്ഷണമൊന്നും കിട്ടാറില്ല, അതുകൊണ്ട് അതിനേക്കാളും നല്ല രുചിയുണ്ട് എന്നും നമ്മുടെ വിക്രം. ഈ സമയം അച്ഛന് വല്ല പാചകമൊന്നും അറിയില്ലല്ലോ പോരെ, പിന്നെ നീ ജയിലിൽ പോയപ്പോൾ ജീവിക്കാൻ വേണ്ടി ഇതൊക്കെ ക്യാൻറ്റീനിൽ നിന്നും പഠിച്ചതാ? അങ്ങനെയൊക്കെ ചെറുതായിട്ട് പഠിച്ചത്. അതുകൊണ്ട് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ക്യാൻറ്റീനിലും അവിടെ ഇവിടെയൊക്കെ പിടിച്ചു നിന്നു, പിന്നെ ഭിക്ഷ എടുത്തു എന്നൊക്കെ പ്രകാശം പറയണം. എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലോ, കാര്യമില്ല. കല്യാണിയെയും കാർത്തികയും കൊല്ലുന്നവരെ ആരോഗ്യത്തോടെ ഇരിക്കണം, അതുകൊണ്ട് വയറ് നിറച്ച് കഴിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം പ്രകാശൻ ആലോചിക്കുകയാണ്, ഒരു ദിവസം ഇതുപോലെ ഭക്ഷണം വിളമ്പി തന്നിട്ടാ എൻ്റെ അമ്മ എൻ്റെ കാല് തല്ലി ഒടിച്ചത്. അമ്മ കാല് തല്ലി ഒടിച്ചതിന് ശേഷമാണ് എനിക്ക് ചില ബോധ്യങ്ങളൊക്കെ ഉണ്ടായത്. കാരണം എൻ്റെ കാല് തല്ലി ഒടിച്ചതിന് ശേഷം എനിക്ക് ബോധോദയം ഉണ്ടായത്. എൻ്റെ പെൺമക്കളാണ് ശരിയെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ ഇവനെ ഞാനും ചെയ്തു കഴിഞ്ഞാൽ ഇവൻ നന്നാവോ ഈശ്വര? അങ്ങനെയാണെങ്കിൽ ഇവനെ എന്തെങ്കിലും ചെയ്താലോ? പക്ഷെ പൊന്നുപോലെ സ്നേഹിച്ച മോനായതുകൊണ്ട് അങ്ങനെ ചെയ്യാനും തോന്നുന്നില്ല. പക്ഷേ എൻ്റെ പെൺമക്കളെ കൊല്ലാനാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാനത് ചെയ്തിരിക്കുകയും ചെയ്യും. വെറുതെ വിടില്ല, ഞാൻ വെറുതെ ഒരിക്കലും വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ വീണ്ടും വിക്രത്തെ നോക്കി ആലോചിക്കുക. നിങ്ങളെന്താ കൂടെ എന്നെ നോക്കി ആലോചിക്കുന്നേ, എന്താ എന്ന് വിക്രം ചോദിക്കുകയാണ്. ഒന്നുമില്ല മക്കളെ, കഴിക്ക്, നീ ഭക്ഷണം ആർത്തിയോടെ കഴിക്കുന്നുണ്ട് നോക്കിയതാ. അത് പറഞ്ഞല്ലോ, ജയിലിൽ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഭക്ഷണമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇങ്ങനെ ആക്രാന്തം പിടിച്ച് വാരി തിന്നുക എന്ന് പറഞ്ഞ് വിക്രം തിന്നുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് സരയുവിനും കൊച്ചിനും വേണ്ടി ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ മേടിച്ച് കുറേ കളിപ്പാവകളൊക്കെ മേടിക്കുക മനോഹർ. അപ്പോൾ നമ്മുടെ സരയുവിനോട് മനോഹർ, മോളും എന്താ നോക്കി നിൽക്കുന്നേ, വന്ന് മേടിക്ക്. വേണ്ട മനുവേട്ട മേടിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ മേടിക്കുന്നത്? അല്ല മോളും മേടിച്ചോ, മനുവേട്ടന് ഇഷ്ടം മേടിക്കുന്നതൊക്കെ മോൾക്ക് ഇഷ്ടപ്പെടും, പിന്നെ എൻ്റെ ആവശ്യമില്ലെന്നേ എന്നൊക്കെ സരയി പറയുക. ഈ സമയം നമ്മുടെ മനോഹർ ഇങ്ങനെ കുറേ ഭാവങ്ങളൊക്കെ എടുക്കുക. അല്ല മനുവേട്ട, അമേരിക്കയ്ക്ക് മനുവേട്ടൻ മാത്രമേ പോകുന്നുള്ളെങ്കിൽ ഇതൊക്കെ മേടിച്ചിരുന്നതിനൊരു അർത്ഥമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നത്, അപ്പം പിന്നെ എന്തിനാ മനുവേട്ട ഇത്രയും കളിപ്പാട്ടങ്ങൾ? എൻ്റെ മോള് ഇതുപോലെ നല്ല കളിപ്പാട്ടമൊന്നും അമേരിക്കയിൽ കിട്ടില്ല. അതെന്താ, അമേരിക്കയിൽ കളിപ്പാട്ടക്കട ഇല്ലേ എന്നും സരയു. അത് കേട്ടതും അയ്യോ ഉണ്ട്, പക്ഷെ ഇത്രയ്ക്ക് ഭംഗിയുള്ളതൊന്നും കിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോഴേ മേടിക്കാൻ പറഞ്ഞത്. മേടിക്കടാ, മേടിക്ക്, ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ. എൻ്റെ പൈസ മുഴുവനും തട്ടിയെടുത്ത് നീ ബാങ്കിലാക്കിയിരിക്കുകയാണല്ലോ, എടുത്തോ, എനിക്കൊരു കുഴപ്പമില്ല, എന്തോരം വേണമെങ്കിലും എടുത്തോ. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നീ ഞങ്ങളെ ഭിക്ഷക്കാരാക്കി, പക്ഷേ നീ ഭിക്ഷക്കാരൻ പോലും ആവില്ല, മുകളിലേക്കേ പോകൂ. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുക. മോളു എന്താ ആലോചിക്കുന്നേ? വന്ന് എടുക്ക്. വേണ്ട മനുവേട്ടൻ എടുത്താൽ മതി എന്നൊക്കെ പറയാ. പിന്നെ ഒരു സാധനങ്ങളൊക്കെ മേടിച്ച് കാറി കയറി അങ്ങ് പോവുക. ഈ സമയം വീട്ടിലെത്തിയതും മനോഹർ കുഞ്ഞിനെ കളിപ്പിക്കുക. എന്നിട്ട് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സരയും അങ്ങോട്ട് വരാം. എൻ്റെ കുഞ്ഞിനെ കളിപ്പിച്ച് അവസാനം അവൻ്റെ മോന്ത കാണാതിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് കരച്ചിൽ തുടങ്ങും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ ഇവിടുന്ന് മാറ്റണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സരയെ പെട്ടെന്ന് പാവയൊക്കെ തട്ടിപ്പറിക്കുക. എന്ത് പണിയാ സരയു കാണിച്ചത്? നീ എന്തിനാ തട്ടിപ്പറിച്ചത്? എൻ്റെ മനുവേട്ട, കുഞ്ഞിനെ പിന്നെ കളിപ്പിക്കാം. മനുവേട്ടനെ അമേരിക്കയ്ക്ക് പോകാനുള്ള കഥകളൊക്കെ പറ, അതൊക്കെ നമുക്ക് കേട്ടിരിക്കാം. കുഞ്ഞതൊക്കെ കണ്ട് സന്തോഷത്തോടെ കിടക്കുമായിരുന്നു. അപ്പോഴേക്കും നീ അത് പിടിച്ച് മേടിച്ചല്ലോ സരയോ? സാരമില്ലെന്നേ. അല്ല മനുവേട്ട, അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ മോളുടെ കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതൽ ചിന്തകൾ വേണം. ഇഷ്ടം പോലെ കളിപ്പാട്ടം മേടിക്കണം. കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം എന്ത് പെട്ടെന്ന് സരയെ വലുതാവുന്നത്, അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊന്നും കളിപ്പാട്ടം മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ എന്നാലും ഇപ്പം കളിപ്പിക്കാൻ പറ്റിയാലേ കളിപ്പിക്കാൻ പറ്റൂ, അതുകൊണ്ടാണ് ഞാനെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സരയെ വീണ്ടും ആലോചിക്കുക. നീ ഓരോന്ന് ചിന്തിച്ച് കൂട്ടിക്കോടാ, എല്ലാം എൻ്റെ കഷ്ടകാലം, എൻ്റെ കുഞ്ഞിൻ്റെ കഷ്ടകാലം എന്നേ ഞാൻ ചിന്തിക്കൂ എന്നും ആലോചിച്ചുകൊണ്ട് സരയെ നിൽക്കും. നീ വീണ്ടും എന്താ ആലോചിക്കുന്നേ? നമ്മുടെ മോളുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു മനുവേട്ട. കല്യാണം അമേരിക്കയിൽ വെച്ച് നടത്തണോ അതോ ഇവിടെ വെച്ച് നടത്തണോന്ന് അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്തായാലും ഇപ്പം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറിയെ ഫോൺ വിളിക്കുക. ഈശ്വര, ഫോൺ വരുവാണല്ലോ, എടുത്തില്ലെങ്കിൽ മറിയ ദേഷ്യപ്പെടും. അതേ മോളു, ഒരു ക്ലയൻറ്റാ, ഞാനിപ്പോൾ സംസാരിച്ചിട്ട് വരാം കേട്ടോ. ശരി മനുവേട്ട. അപ്പം മനോഹർ സംസാരിക്കാനായിട്ട് അങ്ങോട്ട് പോയി. അവൻ്റെ ക്ലയൻറ്റ് കുറച്ച് നാളും കൂടെ എനിക്കിങ്ങനെ അഭിനയിക്കണോടാ, നിൻ്റെയൊക്കെ മുൻപിൽ കളിപ്പാട്ടമായിട്ട്, അത് കഴിഞ്ഞിട്ട് നിനക്കുള്ള പണി ഞാൻ തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു ഓടി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്തിനാ ഇങ്ങനെ അവനോടൊപ്പം ചിരിക്കുന്നേ കളിക്കുന്നേ? അവൻ്റെ മോന്തയിലോട്ട് എന്തിനാ നോക്കുന്നേ? നാളെ അവനില്ലാതാവുമ്പോൾ കരയാനോ? നമുക്ക് ആരുമില്ല മോളെ, നിൻ്റെ മുത്തശ്ശൻ ജയിലിലായി. നിൻ്റെ അച്ഛൻ ഇങ്ങനൊരു ഫ്രോഡും, ഇങ്ങനെയുള്ളവരെ ഒന്നും നമ്മൾ ഇനി കാണണ്ട.
എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹർ മറിയായിട്ട് സംസാരിക്കുക. എൻ്റെ മനോഹറെ, നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? ഞാൻ വല്ല പറഞ്ഞില്ലേ മറിയ, അമ്മാവൻ്റെ മക്കൾ കൂടെയുണ്ട്. ഓ, അതെനിക്ക് മനസ്സിലായായിരുന്നു. എന്തായാലും നിന്റെ കാര്യമല്ലാത്ത കഷ്ടം എന്ത് ചെയ്യാനാ മറിയ, സഹിച്ചല്ലേ പറ്റൂ. എത്ര പെൺപിള്ളേരെ നമ്മുടെ പുറകെ. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ ഒരു മോനുള്ളത് കൊണ്ട് പങ്കിട്ട് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹരോട് ഇങ്ങനെ നിൽക്കുക. അപ്പം സാരിയോ, എന്തൊരു നൈസായിട്ടാ ആ പെണ്ണിനെ പറ്റിക്കുന്നത്. ഇല്ലടാ, അവളെ പറ്റിച്ച് അവളുടെ കൂടെ നിന്നെ അമേരിക്കയിലേക്ക് ഞാൻ വിടില്ല, പരലോകത്തേക്കേ വിടൂ എന്നും ആലോചിച്ചുകൊണ്ട് സാരിയോ അവിടെ ഇങ്ങനെ മറിഞ്ഞു നിന്നെല്ലാം കേൾക്കുക. ഈ സമയം വിക്രത്തെയാണ് കാണിക്കുന്നത്. വിക്രം കിടന്ന് ഉറങ്ങുവാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ രാഹുൽ പ്രകാശൻ അവിടെ വിക്രത്തിൻ്റെ അരികിൽ ചെന്ന് നിൽക്കുക. എൻ്റെ അമ്മ എൻ്റെ കാല് തല്ലി ഓടിച്ചതുപോലെ ഇവൻ്റെ കാലും അങ്ങ് തല്ലി ഓടിച്ചാലോ എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.